മഴക്കാലം എത്തുന്നതിന് മുൻപേ ഇടുക്കിയിൽ പകർച്ചവ്യാധികൾ പിടിമുറുക്കുന്നു. 5000-ലധികം ആളുകൾക്ക് വൈറൽ പനി ബാധിച്ചതോടെ ജില്ലയിൽ ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രതയിലാണ്. പനിക്ക് പുറമെ ചിക്കൻ പോക്സ്, മഞ്ഞപ്പിത്തം, എലിപ്പനി എന്നിവയും വിവിധയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പുതുവർഷം ആരംഭിച്ച് ഒരു മാസം പിന്നിടുമ്പോൾ തന്നെ പകർച്ചവ്യാധി വ്യാപനത്തിന്റെ ആശങ്കയിലാണ് ഇടുക്കി. കാലാവസ്ഥാ വ്യതിയാനത്തിനൊപ്പം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നുണ്ട്. ഈ വർഷം മാത്രം സർക്കാർ ആശുപത്രികളിൽ വൈറൽ പനിക്ക് ചികിത്സ തേടിയത് 5815 പേരാണ്. സ്വകാര്യ ആശുപത്രിയിലെ കണക്കുകൾ കൂടി ചേർത്താൽ ഇത് 10,000 കടന്നേക്കും. വിദ്യാർത്ഥികൾക്കിടയിൽ ചിക്കൻ ബോക്സ് പടരുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. 3 സ്കൂളുകളിലായി 36 കുട്ടികൾക്കാണ് രോഗം ബാധിച്ചത്. ജില്ലയിൽ 11 പേർക്കാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത്. മുട്ടം, കഞ്ഞിക്കുഴി, വണ്ടിപ്പെരിയാർ മേഖലകളിൽ എലിപ്പനിയും റിപ്പോർട്ട് ചെയ്തു. ദേവികുളം, വാത്തിക്കുടി മേഖലകളിലായി 24 പേർക്ക് മലേറിയ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പൈനാവിലെ 29 കേസും തൊടുപുഴയിലെ 7 കേസും, മൊത്തം 36 കേസാണ് ജില്ലയിൽ ഉള്ളത്. മഞ്ഞപ്പിത്തം നിലവില് പെരുവന്താനത്തുണ്ട് 7 കേസുകളായിട്ടുണ്ട്. അത് കണ്ടെയ്ൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡെങ്കു തൊടുപുഴ, കോടിക്കുളം, ഏകദേശം വണ്ടിപ്പെരിയാർ, വാഴത്തോപ്പ്, കരിമുന്നം, കാഞ്ചിയാർ, ഉടുമ്പൻചോല ഭാഗങ്ങളിലുണ്ട്. മൊത്തം 10 കേസുണ്ട്. എലിപ്പനി മുട്ടം, കല്ലാർവട്ടയാറ്, തട്ടക്കുഴ, കാഞ്ചിയാറ്, വണ്ടിപ്പെരിയാറ്, കഞ്ഞിക്കുഴി, മൊത്തം 6 കേസാണുള്ളത് ജില്ലയില്. മഞ്ഞപ്പിത്തം, ഹെപ്പാറ്റൈറ്റിസ് എ നമുക്ക് മൊത്തം 11 കേസ്. പെരുവന്താനത്ത് 7 എണ്ണം, വാത്തിക്കുടി 1 കാഞ്ചിയാർ 1, ഏകദേശം 1, മണക്കാട് 1. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രെൻഡ് കുറഞ്ഞു വരുവാണ് ചെയ്യുന്നത്. പനി ബാധ നവംബറിൽ നേരത്തെ പറഞ്ഞ പോലെ 6408, ഡിസംബറിൽ 6356, ജാനുവരിയിൽ 5983 എന്ന രീതിയിലാണ് കേസുകൾ. ഇതുകൂടാതെ കുട്ടികളിൽ മുണ്ടിനീരും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ചൂട് കൂടുന്നതോടെ ജലജന്യ രോഗങ്ങൾ ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. ശുചിത്വം പാലിക്കണമെന്നും തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കണമെന്നും ആരോഗ്യവകുപ്പ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്വയം ചികിത്സ അപകടമാണെന്ന മുന്നറിയിപ്പും അധികൃതർ നൽകുന്നു. ന്യൂസ് 18 ഇടുക്കി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.